എല്ലാവർക്കും നമസ്കാരം. വെട്ട് കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ടൊരു പലഹാരമാണ്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ വെട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വെട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മൊത്തത്തിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ 1 കപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത കപ്പ് നമുക്ക് വഴിയെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ്, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് റവയാണ്. ഇവിടെ 3 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വെട്ട് കേക്കിൻ്റെ പുറം ഭാഗം ഇരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മുതൽ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാ സ്ഥലത്തേക്കും വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒഴിക്കാതെയും അല്ലാതെയും മിക്സ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലതായിട്ട് പതപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടേസ്റ്റിന് വേണ്ടിയിട്ട് 3-4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയുടെ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയുമായിട്ട് ചേർന്നിട്ട് കേക്ക് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊരു വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല ഇത് കുഴിക്കാനായിട്ട്. ഈ മുട്ടയുടെ കൂട്ട് വെച്ചിട്ടാണ് കുഴിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഇനി ബാക്കിയുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ഇരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴിച്ചെടുക്കുക. നമ്മുടെ മാവ് ഏകദേശം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി ആ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ മാവ് ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് ഹാർഡുമായി പോകരുത്. അപ്പോൾ കറക്റ്റ് പരുവത്തിലെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. 2 മണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കൈവച്ചിട്ട് തന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ഇതാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 ടൈപ്പിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ തിക്നെസ്സിൽ ഇത് നീട്ടിയെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലാണ് കേക്ക് ചെയ്യുന്നത്. കുറച്ച് വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡും മുറിച്ച് കളയുക. അപ്പോൾ നമുക്ക് ഈക്വലായിട്ടുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ചെറിയ ചെറിയ ഓരോ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മാവിൻ്റെ പരുവം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് കടകളിൽ കിട്ടുന്ന പോലെ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ കട്ടിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ 4 സൈഡിൽ നിന്നും ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും.
അടുത്തതും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 സൈഡ് മാത്രമായിട്ടും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മുടെ വെട്ട് കേക്ക് ഇതിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ വെട്ട് കേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മൈദ ഇവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം, അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അമൃതം പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണുകയാണെങ്കിൽ നമ്മൾ സാധാരണ വെട്ട് കേക്ക് പോലെ തന്നെയാണ്, പക്ഷെ കഴിക്കാനായിട്ട് കുറച്ചുകൂടി ടേസ്റ്റാണ് മൈദേനെക്കാട്ടിലും. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റും കൂടെ ഞാൻ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുകയാണെങ്കിൽ സാധാ വെട്ട് കേക്ക് പോലെ തന്നെയാണ്, കളറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പുറമേ ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെട്ട് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്